ത്തെ അശാന്തി മാത്രമല്ല, സമൂഹത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പും രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള ഗമനവും എല്ലാം അത് താറുമാറാക്കുന്നതാണെന്ന് നമുക്കറിയാം. മനുഷ്യർ സ്വസ്നേഹികളാകും എന്നത് വിശുദ്ധ വേദപുസ്തകം അന്ത്യകാലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രധാന സൂചനകളിൽ ഒന്നാണ്. ആ സൂചകം വളരെ കറക്റ്റാണ്. ഓരോ മനുഷ്യനും അവരവരെ തന്നെ സ്നേഹിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ പരസ്പരമുള്ള ബന്ധം, ഇതെല്ലാം സ്വാർത്ഥതയെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, തിന്മകളെ വേഗം സ്വായത്തമാക്കാൻ ആളുകൾ ഉത്സാഹിക്കുന്നു. എല്ലാവിധ അധാർമികതയിലേക്കും വേഗത്തിൽ ആളുകൾ വഴിതിരിഞ്ഞു പോകുന്നു. മദ്യപാനത്തിന്റെ ആസക്തി അനുദിനം വർദ്ധിക്കുന്നത് നമുക്കറിയാം. അത് മുഖാന്തരമുള്ള കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും സാമൂഹിക തകർച്ചയും അങ്ങനെ വ്യക്തിപരമായ തകർച്ചയും അതെത്തിക്കുന്നത് ആത്മഹത്യയിലേക്ക്, നിരാശയിലേക്ക്, ആത്മസംഘർഷങ്ങളിലേക്കൊക്കെയാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം കുറെ കൂടെ കാഠിന്യമേറിയതാണ്. അത് കൊച്ചുകുട്ടികളെ പോലും പെട്ടെന്ന് മരണത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അവരുടെ ബുദ്ധിയെ, സ്ഥിരതയെ, ഓർമ്മശക്തിയെ, കുടുംബ ബന്ധങ്ങളെ, സ്നേഹത്തെ, വാത്സല്യത്തെ എല്ലാത്തിനെയും കെടുത്തിക്കളഞ്ഞ് ആളുകളെ ഒരു പൈശാചിക സ്വഭാവത്തിന്, ക്രൂരമൃഗങ്ങളുടെ സ്വഭാവത്തിന് വിധേയരാക്കി മാറ്റുന്ന കാഴ്ച നാം കാണുന്നതാണ്. സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന പെൺകുട്ടി തിരസ്കരണം നടത്തുമ്പോൾ, തന്റെ ഇഷ്ടമില്ലായ്മ തുറന്നു പറയുമ്പോൾ നടുറോഡിൽ പല ആളുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അവളെ കശാപ്പ് ചെയ്യാൻ തീവ്രതയോടെ മുന്നിട്ടിറങ്ങുന്ന യുവാക്കളുടെ ചിത്രങ്ങൾ ഓരോ ദിവസവും നാം വാർത്തയിലൂടെ കാണുന്നതാണ്. അതുപോലെ തന്നെ മറിച്ചും എല്ലാം വളരെ സങ്കീർണമാണെന്ന് നമുക്കറിയാം. ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതവും ചുറ്റുപാടുകളും വേദനാജനകവും സങ്കീർണവും നിരാശാപൂർണമായിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതവും സാമ്പത്തിക തകർച്ചയിലൂടെ, കുടുംബ തകർച്ചയിലൂടെ, രോഗങ്ങളുടെ കടന്നുവരവ്, നമ്മുടെ രാഷ്ട്രത്തിലുള്ള സാമ്പത്തിക മൂല്യങ്ങളിലെ തകർച്ച, ഇതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തെ കൊടുമ്പിൽ കൊള്ളിച്ച് അത് ദുഃഖപൂർണവും ദുരിതപൂർണമാക്കി തീർക്കുമ്പോൾ ആശാകേന്ദ്രമായി, ആശ്വാസമായി, സമാധാനമായി മുമ്പോട്ട് പോകാൻ ഒരു പിടിവള്ളി എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു രക്ഷാസങ്കേതം, ഒരു ആശ്രയ സങ്കേതം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആശയത്തെ നാളുകൾ ഞങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്ന് നിരാശാപൂർണമായ നാളുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശപൂർണമാക്കിയ അതിമഹത്തായ ഒരു സന്ദേശവും ഒരു നേതാവുണ്ട്. അത് മറ്റാരുമല്ല, ഉലകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും മഹാനായ, അത്യുന്നതനായ സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന ശ്രീ യേശുവാണ്. യേശുവിനെ അനുഗമിച്ചതിലൂടെ ഞങ്ങൾക്ക് സമാധാനവും സ്നേഹവും സന്തോഷവും കരഗതമാക്കാനായിട്ട് കഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് വേണ്ടി വന്നത്, യേശുവെ ഞാൻ തകർന്നുപോയി, എനിക്ക് ജീവിതത്തിൽ നിരാശ വന്നു, എന്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് എനിക്ക് ബോധ്യമാകുന്നു, ഞാൻ മരണത്തെ, ആത്മഹത്യയെ പ്രതീക്ഷിക്കുന്നു, അതിനായിട്ട് വെമ്പുന്നു, അതുകൊണ്ട് എനിക്ക് ആശയും സന്തോഷവും സമാധാനവും നൽകണമേ എന്ന ഹൃദയപൂർവ്വമായ ഞങ്ങൾ ഇരുന്ന ഇടത്തു നിന്നുള്ള രക്തപ്രാർത്ഥനയാണ് അതിന് പ്രേരിപ്പിച്ചതാകട്ടെ ഇതുപോലെ വലിയൊഴുകിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളുടെ യേശുവിനെ കുറിച്ചുള്ള ഉദ്ബോധനമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഏതൊരാളെയും യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും യേശുവിനോട് പ്രാർത്ഥിച്ച് സമാധാനം പ്രാപിക്കുകയും ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ്. കാരണം രക്ഷയ്ക്കും സമാധാനത്തിനും യേശുവല്ലാതെ വേറെ ഒരു മാർഗമില്ല. സകല മനുഷ്യന്റെയും രക്ഷയ്ക്കായി ഭൂമിയിൽ ദൈവം മനുഷ്യനായി അവതരിച്ചത്, ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കും മോചനത്തിനും നൽകിയ ഏക നാമം, ഏക രക്ഷകൻ അത് യേശുവാകിയാൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഏതൊരാളും വ്യക്തിപരമായി നിങ്ങളുടെ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനയിലൂടെ യേശുവിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും സ്നേഹവും ആർജിച്ച് ഏറ്റവും സമാധാനപൂർണമായ നല്ല ജീവിതവും മരണാനന്തരം നിത്യസമാധാനവും സന്തോഷകരമായ ഭാവിയും കൈക്കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും നിങ്ങൾക്ക് നന്ദി പറയുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സമീപത്തുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളിലോ നിങ്ങൾക്ക് പരിചയമുള്ള പാസ്റ്റർമാരെയോ സമീപിക്കണമെന്നും ബൈബിളുകൾ വായിക്കുകയും ഞങ്ങൾ ചുറ്റുപാടുകളിൽ വിതരണം ചെയ്ത ലഘുലേഖകളുള്ള അഡ്രസ്സിൽ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. ഈ കാര്യങ്ങൾക്ക് ഉത്സാഹിക്കണമേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ നാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മയാൽ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.